Hey all, this is me Aaron here, your coach, your mentor, your trainer in trading. അപ്പോൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്താണെന്നും ഇല്ല എന്തുകൊണ്ട് ഡെറിവേറ്റീവ്സ് എന്നും നല്ല വൃത്തിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലൂടെ എന്താണ് എക്സ്പയറി എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, അതായത് ഫ്ലാറ്റിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റ് നമ്മൾ 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം എന്നുള്ളൊരു എഗ്രിമെന്റ്, ഫൈൻ എന്നുള്ളൊരു എഗ്രിമെന്റ് ആയിരുന്നു ഇത്, ഫൈൻ. അപ്പൊ എന്താണ് പറഞ്ഞത്? ജൂലൈ മാസം അവസാന വ്യാഴാഴ്ച, റൈറ്റ്? ജൂലൈ മാസം അവസാന വ്യാഴാഴ്ച എന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ എന്താണ് ഈ ഒരു ജൂലൈ മാസം അവസാന വ്യാഴാഴ്ച കഴിയുകയാണെങ്കിൽ വെള്ളിയാഴ്ചയായി, ഇല്ല അന്ന് രാത്രി 12 മണിക്കായി, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വാല്യൂ ഉണ്ടോ? അതായത് ഈ പറഞ്ഞിട്ടുള്ള ഈ കോൺട്രാക്റ്റിന് വാല്യൂ കാണോ? അതുമല്ലെങ്കിൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇന്ന് ജൂലൈ 7, 2024 ഇന്ന് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണ്. അടുത്ത വർഷം 2025 ജൂലൈ 8 നമുക്ക് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യം വന്നു. ക്ലെയിം ചെയ്യാൻ നോക്കിയാൽ നടക്കുമോ? ഇല്ല. കാരണം എന്താണ്? അത് എക്സ്പയർ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഫുഡിനൊക്കെ എക്സ്പയറീസ് ഇല്ലേ, അതൊക്കെ പോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എല്ലാ കോൺട്രാക്റ്റുകൾക്കും അതിനും എക്സ്പയറീസ് ഉണ്ട്. ലെറ്റ്സ് സേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിൽ എക്സ്പയറി എന്ന് പറയുന്നത് 1 വർഷമാകാം, ഇല്ല അതിൽ കൂടുതലും വെക്കാവുന്നതാണ്. പക്ഷേ എന്നാൽ ഇവിടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നമുക്ക് മാക്സിമം 3 മാസം വരെ നമുക്ക് എക്സ്പയറി ഇല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്ട് നമുക്ക് സൈൻ ചെയ്യാനായിട്ട് കഴിയുമല്ലോ. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ലെറ്റ്സ് സേ ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു ഫ്ലാറ്റിന്റെ എക്സാമ്പിൾ തന്നെ ആയിക്കോട്ടെ, ഫൈൻ. ഫ്ലാറ്റ് 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചോളാം എന്നുള്ളൊരു എഗ്രിമെന്റ്, ഓക്കെ. അത് ജൂലൈ മാസത്തേക്ക് നമ്മൾ എഗ്രിമെന്റ് എഴുതുകയാണെങ്കിൽ എന്നോട് നിങ്ങൾ പറയുകയാണ്, നിങ്ങളാണ് ഫ്ലാറ്റ് വിൽക്കാൻ നിൽക്കുന്നത്, ഞാനാണ് ഫ്ലാറ്റ് വാങ്ങിക്കാൻ വരുന്ന ഒരാൾ. അപ്പോൾ നിങ്ങൾ എന്നോട് പറയുകയാണ് ജൂലൈ മാസമാണെങ്കിൽ 5 ലക്ഷം രൂപ ടോക്കൺ തന്നാൽ മതി എന്ന രീതിയിൽ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഫ്ലാറ്റ് വിൽക്കാൻ നിൽക്കുന്നത്? വില കുറയും, ഇല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നു, ഇനി അത് മാക്സിമം വിൽക്കാൻ പറ്റുന്ന പ്രൈസ് ഇതാണ് എന്നൊരു അസംഷനിലാണ് നിങ്ങൾ വിൽക്കുന്നത്. ബട്ട് ഞാൻ എന്തുകൊണ്ടാണ് വന്നത്? ഞാനൊരു ഡീലറാണ്, ഓക്കെ ഫൈൻ. സോ ഇതിന്റെ വില കൂടും എന്ന എക്സ്പെക്ടേഷനിലാണ് ഞാൻ വന്ന് വാങ്ങിക്കുന്നത്. അതായത് 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 60 ലക്ഷം രൂപ, അതല്ലാന്നുണ്ടെങ്കിൽ 70 ലക്ഷം രൂപ, 75 ലക്ഷം രൂപയ്ക്ക് എനിക്ക് വിൽക്കാൻ പറ്റും എന്ന കോൺഫിഡൻസിലാണ് ഞാൻ വരുന്നത്, ഓക്കെ. അപ്പം 5 ലക്ഷം രൂപ അഡ്വാൻസ് തന്നാൽ മതി എന്ന് നിങ്ങൾ പറഞ്ഞു. അതേസമയം ഓഗസ്റ്റ് മാസമാണ് എന്നുണ്ടെങ്കിൽ 5,50,000 രൂപയോളം ടോക്കൺ തരണം, അഡ്വാൻസ് തരണമെന്ന് നിങ്ങൾ പറയുകയാണ്. അതല്ല, സെപ്റ്റംബർ ആണെങ്കിൽ 6 ലക്ഷം രൂപ തരണം എന്ന് നിങ്ങൾ പറയുകയാണ്. കാരണം എന്താണ്? സമയം നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പിന്നീട് വാങ്ങിച്ചോളാം. അപ്പോൾ ഇതിന്റെ വില കൂടാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഇൻസൈറ്റ് ഉണ്ട്. ആസ് എ ബയർ ഞാൻ അതിന് സമ്മതിക്കുകയും കൂടെ ചെയ്യും, അല്ലേ? മാക്സിമം 3 മാസം വരെ നീണ്ടു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒക്ടോബറോ നവംബറോ ഡിസംബറോ ഈ ഒരു എഗ്രിമെന്റ് ഇല്ല. കാരണം നിങ്ങൾക്ക് സെപ്റ്റംബറിൽ പൈസ വേണം, സെപ്റ്റംബറിനുള്ളിൽ പൈസ വേണം എന്നൊരു സിറ്റുവേഷൻ നിൽക്കുവാണ്. എക്സാമ്പിൾ സ്റ്റോറി, ഓക്കെ. ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 3 എക്സ്പയറീസുകൾ മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ, അതായത് മാർക്കറ്റിൽ നമുക്ക് 3 എക്സ്പയറീസ് മാത്രമേ വരികയുള്ളൂ. അതായത് ഇപ്പം നിൽക്കുന്ന ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളതിനെ നമ്മൾ ഇപ്പം ലെറ്റ്സ് സേ ജൂലൈ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ കറണ്ട് എക്സ്പയറി എന്ന് പറയും. ഇതെന്താണ്? ഇത് ഈ ജൂലൈ മാസം ആയതുകൊണ്ടാണ് ഇപ്പം നമുക്ക് തൊട്ടടുത്ത എക്സ്പയറിയെ നമ്മൾ കറണ്ട് എക്സ്പയറി എന്ന് പറയും. അതിൻ്റെ അടുത്ത എക്സ്പയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എക്സ്പയറി എന്ന് പറയുന്നു. അതുമല്ലെങ്കിൽ ഏറ്റവും ദൂരെയുള്ളതല്ലേ സെപ്റ്റംബർ, ഏറ്റവും അവസാനത്തെ എക്സ്പയറി അല്ലേ ഇത് നമുക്ക് വരുന്നത്, എക്സ്പയറി കോൺട്രാക്ട് ഇതല്ലേ വരുന്നത്. അപ്പോൾ ഇതിനെ പറയുന്നത് ഫാർ എക്സ്പയറി എന്ന് പറയുന്നതായിരിക്കും. 3 എക്സ്പയറീസ് ആണ് ബേസിക്കലി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ വേറെ രീതിയിലുണ്ട് കേട്ടോ. ഓപ്ഷൻസിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് വീക്കിലി എക്സ്പയറി ഉണ്ട്, ഫൈൻ. അതെന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് ലേറ്റർ ഇൻ ഡെപ്ത് പഠിച്ചോളാം. ബട്ട് എന്നാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ? ഡെറിവേറ്റീവ്സ് എന്താണെന്നും അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഡെറിവേറ്റീവ്സ് എന്നും എന്താണ് എക്സ്പയറി എന്നും മനസ്സിലായിട്ടില്ലേ? അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.